ഓം സുബ്രഹ്മണ്യായ നമ. പ്രണവസ്വരൂപായ നമ. കാർത്തികേയായ നമ. സ്കന്ദായ നമ. സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചുള്ള ഭാഗം പറയാം, തുടർന്നുള്ള ഭാഗം കേൾക്കാം. കേരളീയ സുബ്രഹ്മണ്യ കോവിലുകൾ പഴനിമലയിലെ പാലാഴി മഠത്തിനെ കേന്ദ്രീകരിച്ചാണ് നിലകൊള്ളുന്നത്. കോവിലുകൾ ബ്രാഹ്മണരുടെ വീടുകളിൽ ഉണ്ടാവില്ല. കോവിലുകൾ ബ്രാഹ്മണരല്ലാത്ത മറ്റ് ജാതികളുടെ, മറ്റ് സമുദായങ്ങളുടെ വീടുകളിലാണ് 90% കണ്ടിട്ടുള്ളത്. ബ്രാഹ്മണരുടെ വീടുകളിൽ ഉള്ളതിനെ കോവിൽ എന്ന് പറയില്ല, അത് ക്ഷേത്രമാണ്. ആ സമുദായത്തിലെയും ആരാധനയിലെയും വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഓരോ സമുദായത്തിനും ഓരോ കുലദേവതകളുണ്ട്. പൂജാവിധികളിൽ മാറ്റമുണ്ട്, പൂജാദ്രവ്യങ്ങളിൽ മാറ്റമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ രണ്ട് സ്ഥലങ്ങളിൽ സിദ്ധന്മാരുടെ സമാധി ഉണ്ട് എന്നതാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് കോവിലുകളെ വേർതിരിക്കുന്ന പ്രധാന ഘടകം. ഞാൻ ആമുഖമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, തുടർന്നുള്ള വ്ളോഗുകളിലൊക്കെ, മുമ്പുള്ള വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കന്ദമഹാത്മ്യം ഒന്ന് നോക്കാം. 18 പുരാണങ്ങളിൽ 13ാമത്തെ ശൈവപുരാണമാണ് സ്കാന്ദം അല്ലെങ്കിൽ സ്കന്ദപുരാണം. ശൈവപുരാണമുണ്ട്, വൈഷ്ണവ പുരാണമുണ്ട്, പല പല പുരാണങ്ങളുണ്ട്. അതിൽ വൈഷ്ണവത്തിലാണ് ശ്രീമദ് ഭാഗവതം ഒക്കെ വരുന്നത്, വിഷ്ണു പുരാണം ഒക്കെ വരുന്നത്. എന്നാൽ ശൈവപുരാണം, ശിവനുമായിട്ട് ബന്ധമുള്ള പുരാണത്തിൽ അതിലുൾപ്പെടുന്നതാണ് സ്കന്ദപുരാണം. അത് 13ാമത്തെ പുരാണമാണ്. സ്കന്ദൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമി. ശിവൻ തന്നെയാണ് സുബ്രഹ്മണ്യനായിട്ട് അവതരിച്ചത് ധർമ്മം പുനഃസ്ഥാപിക്കാൻ. സുബ്രഹ്മണ്യ അവതാരം ഉണ്ടായത് ഒരുപാട് മുമ്പൊന്നുമല്ല, ഈ കലിയുഗത്തിൻ്റെ ഏകദേശം അടുത്ത സമയത്ത് തന്നെയാണ്, ദ്വാപരയുഗത്തിന് ശേഷം. സെമിറ്റിക് മതങ്ങളുടെ ആവിർഭാവം അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം ഭാരതത്തിലേക്ക് കുടിയേറി വന്നു. സെമിറ്റിക് മതങ്ങൾ, അതായത് മറ്റ് മതങ്ങൾ, ഹിന്ദു അല്ലാത്ത മറ്റ് ധർമ്മങ്ങൾ, മറ്റ് സംസ്കാരങ്ങൾ, ഏകദേശം അതിനോട് അടുത്ത് തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ അവതാരവും ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് മഹാദേവൻ്റെ ത്രിപുര ദഹനം, ത്രിപുരാസുരന്മാരെ വധിച്ച് മോക്ഷം കൊടുത്തു. അതിൽ നിന്നാണ് സെമിറ്റിക് മതങ്ങളുടെ ഉത്ഭവം. അതിൻ്റെ പൂർത്തീകരണം വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായതും അതിങ്ങോട്ട് കുടിയേറി വന്നതും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ത്രിപുര ദഹനവും സുബ്രഹ്മണ്യസ്വാമിയുടെ ചരിതവും തമ്മിൽ ഏകദേശം ഒരേ കാലഘട്ടം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, കാലഗണന വെച്ച് നോക്കുമ്പോൾ. പിന്നെ സുബ്രഹ്മണ്യനെക്കുറിച്ചുള്ള പുരാണമാണ് സ്കന്ദപുരാണം. 1,00,000 ശ്ലോകവും 6 സംഹിതകളും അടങ്ങിയ ഈ പുരാണത്തിൽ 50 കാണ്ഡങ്ങളാണ് ആകെ ഉള്ളത്. ആദ്യ സംഹിതയായിട്ടുള്ള സനൽകുമാര സംഹിതയിൽ സംഭവകാന്ഡം എന്ന് പറയുന്ന ഒരു കാണ്ഡത്തിൽ 55,000 ശ്ലോകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉത്ഭവം ഞാനൊന്ന് ചുരുക്കി പറയാം. സനകാദി മുനികളിൽ, അതായത് ഭഗവാന്റെ ഭക്തന്മാരും ഭഗവാന്റെ അവതാരവുമായിട്ടുള്ള ആദിനാരായണനായിട്ടുള്ള ഗുരുവായൂരപ്പൻ്റെ അവതാരമായിട്ടുള്ള സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ തുടങ്ങിയിട്ടുള്ള 4 ഋഷിമാരെയാണ്, ബാലകന്മാരെയാണ് സനകാദികൾ എന്ന് ചുരുക്കി പറയുന്നത്. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അവരിൽ ശ്രേഷ്ഠനായിരുന്നു സനൽകുമാരൻ, 4ാമത്തെ ഋഷി. ബാലനാണ്, എല്ലാവരും ഒരേ പ്രായം, ബാലസ്വരൂപം.
എന്നും ചെറുപ്പാണ്, പ്രായമാവില്ല. അതിൽ വളരെ വിശേഷമുള്ള ആളാണ് സനൽകുമാരൻ. അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ തന്നെ ബ്രഹ്മജ്ഞാനം നേടി, ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് നേടി. അത് മനുഷ്യനല്ല, ഈശ്വരൻ്റെ അവതാരമാണ് ഇവരൊക്കെ, പ്രവാചകന്മാരല്ല. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ആ ട്രാപ്പിൽ നമ്മൾ വീഴരുത്. വേർതിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിൽ, ഒന്നും മനസ്സിലാവാത്ത വയസ്സിൽ ഭക്തിയും അറിവും വിശ്വാസവും ഇദ്ദേഹത്തിന് കൈവന്നു, സനൽകുമാരന്. അത് കണ്ട് ലോകത്തിൻ്റെ അച്ഛനും അമ്മയുമായിട്ടുള്ള പാർവതി പരമേശ്വരന്മാർ അത്ഭുതപ്പെട്ടു. മഹാദേവി പാർവതി, ലോകത്തിൻ്റെ അമ്മ, ഒരു ദിവസം മഹാദേവനോട് പറഞ്ഞു, അല്ലയോ കൈലാസപതേ, ഇത്ര ഇളം പ്രായത്തിൽ കഠിനമായിട്ട് തപസ്സനുഷ്ഠിക്കുന്ന ഈ ബാലകൻ ആരായിരിക്കും? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബാലകൻ കഠിനമായി തപസ് ചെയ്യുന്നത്? നമുക്കൊന്ന് അദ്ദേഹത്തിൻ്റെ തപസ് ചെയ്യുന്ന ഇടത്തിലേക്കൊന്ന് പോയി നോക്കി ഈ സംശയങ്ങൾ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തിയാലോ എന്ന് ചോദിച്ചു ദേവി. ഹരേ കൃഷ്ണ.